Welcome to Annie's Kitchen and you're watching Annie's Kitchen with Annie. അതെ, ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു നോർത്ത് ഇന്ത്യൻ ഡിഷാണ്. ഇച്ചിരി പണിയുണ്ടോ എന്ന് ചോദിച്ചാൽ ഇതൊരു ഇച്ചിരി പണിയുണ്ട്. അതായത് ചിക്കൻ വറക്കണം, പിന്നെയും ഗ്രേവി ഉണ്ടാക്കണം, അങ്ങനെ അത്. പക്ഷെ ആ പ്രോസസ്സിനനുസരിച്ച് നമ്മൾ ചെയ്യുവാണെങ്കിൽ കുറച്ച് ടേസ്റ്റുള്ള സാധനം ഒരു ഡിഫറെൻറ്റ് രീതിയിൽ നമുക്ക് കിട്ടുവേ. അതുകൊണ്ട് നമ്മൾ ശ്രമിക്കുന്നതുകൊണ്ടോ ഒന്നും പ്രയാസമൊന്നുമില്ല. ഇതൊരു കറി ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് രാത്രിത്തേക്ക് ഡിന്നറിന് വരെ എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പം ഇതിന് വേണ്ടിയ കാര്യങ്ങൾ എന്നാന്ന് വെച്ചാൽ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ ജംഗേസിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം എന്നാന്ന് വെച്ചാൽ അതിന് വേണ്ടിയ കറികൾ, ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഇൻഗ്രീഡിയൻസ് ഒക്കെ തന്നെ ഉള്ളൂ. അല്ലാതെ അതിനകത്ത് പ്രത്യേകിച്ച് വേറെ മാറ്റം എന്ന് വെച്ചാൽ കുറച്ച് കസൂരി മേത്തി മാത്രമേ ഉള്ളൂ. അല്ലാതെ ഈ പറഞ്ഞ പോലെ ഒത്തിരി കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഉള്ളത് എക്സ്ട്രാ എന്ന് പറയുന്നത് കുറച്ച് ചാട്ട് മസാല. അത് എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ മാത്രം ഇട്ടാൽ മതി. നമ്മുടെ ടേസ്റ്റിന് എല്ലാവർക്കും ചാട്ട് മസാല ഇഷ്ടമല്ല. ഇനി നമുക്ക് വർത്താനം കുറച്ച് വെച്ച് കാര്യത്തോട്ട് കിടക്കാം. എന്നൊക്കെ വേണ്ടിയെന്നുള്ളതല്ലേ, ഇച്ചിരി ജോലിയുണ്ടേ ഈ ഒരു ചിക്കൻ കറിക്ക്. അപ്പോൾ ഇതിന് വേണ്ടിയ കാര്യങ്ങൾ എന്നാന്ന് വെച്ചാൽ കുറച്ച് മഞ്ഞൾപ്പൊടി, ഇത് കാശ്മീരി മുളക് പൊടിയാണ്. ഞാൻ മറ്റേ മുളക് പൊടി അത് എടുക്കുന്നില്ല. ഞാൻ ഈ പറഞ്ഞ പോലെ എരിവ് ഒരിച്ചിരി നമുക്ക് എല്ലാവർക്കും ഒന്ന് കുറയ്ക്കാം, അതാ നല്ലത്. എന്നാൽ നമ്മുടെ രുചിയോട്ട് വിട്ടുകൊടുക്കാനും പാടുകയില്ല. ഇനിയുള്ളത് കുറച്ച് ജീരകപ്പൊടിയാണ്. ജീരകമാണെങ്കിൽ അതും കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇവിടെ ഞാൻ എടുത്തേക്കുന്നത് ജീരകപ്പൊടി ആകുമ്പോൾ കുറച്ചുകൂടെ ഫ്ലേവർ കൂടുതൽ കിട്ടും. പിന്നെ വേണ്ടിയത് കുറച്ച് മല്ലിപ്പൊടി, പിന്നെ കുറച്ച് ഗരം മസാല. അതായത് നമ്മൾ വീട്ടിൽ കൂട്ട് വാങ്ങിച്ച് പൊടിക്കുകയല്ലേ, അതാ ഏറ്റവും നല്ലത്. പാക്കറ്റിൽ സെക്കൻഡ് പ്രിഫറൻസേ ഞാൻ പറയത്തുള്ളൂ. കുറ്റപ്പെടുത്തുകയല്ല, പക്ഷേ മറ്റേ അപ്പം പൊടിക്കുമ്പോഴത്തേക്കും അതിൻ്റെ ഒരു ഫ്ലേവർ കുറച്ചുകൂടെ കൂടുതലാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. പിന്നെ വേണ്ടിയത് ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ്. പിന്നെ വേണ്ടിയത് കുറച്ച് ഉള്ളി. ഇതൊരു 2 മീഡിയം സൈസ് സവാള അരിഞ്ഞു വെച്ചേക്കുക. സ്ലൈസ്ഡ് ആണ്, അതല്ല ചോപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇതൊരു 3-4 പച്ചമുളക് ചതച്ച് വെച്ചിരിക്കുന്നതാണ്. എരിവ് അനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഏറ്റക്കുറച്ചിൽ വരുത്താം. ഇത് തക്കാളി ഒരു 4 എണ്ണം പുഴുങ്ങിയിട്ട് അതിൻ്റെ തൊലി കളഞ്ഞ് അടിച്ചു വെച്ചേക്കുന്ന. ഇതൊന്നും ചെയ്യാൻ മെനക്കെടാൻ പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്താൽ മതി, 4 തക്കാളി എടുത്ത് അരച്ചെടുത്താൽ മതി. പിന്നെ വേണ്ടിയത് കുറച്ച് തൈരാണ്. പുളിയില്ലാത്ത തൈരാണ് ഫസ്റ്റ് പ്രിഫറൻസ്. പിന്നെ വേണ്ടിയത് ഒരു ഇച്ചിരി ഫ്രഷ് ക്രീം, കുറച്ച് പച്ചമുളക്. ഇത് ലാസ്റ്റ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ മാത്രമാണ്, അതിൽ കൂടുതലൊന്നുമില്ല. അല്ലാതെ നമ്മൾ പച്ചമുളക് ചതച്ച് ചേർക്കുന്നുണ്ട്. പിന്നെ ഉള്ളത് ഒരു ഇച്ചിരി നാരങ്ങാ നീര്. ഇതൊക്കെ ലാസ്റ്റ് ചേർക്കാനുള്ളതാണ്. ഇതാ ഞാൻ പറഞ്ഞ കുറച്ച് ചാട്ട് മസാല. അത് ഒരുപാടല്ല, നമുക്ക് ഞാൻ പറഞ്ഞില്ല ഇപ്പോഴത്തെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. എനിക്കിതിൻ്റെ ഫ്ലേവർ അത്ര അങ്ങോട്ട് ഇഷ്ടമല്ല. എന്നാൽ ഇത് ചേർക്കണം എന്ന് വിചാരിച്ചിട്ട് ഞാനൊരു പിഞ്ചോ അല്ലെങ്കിൽ 2 പിഞ്ചോ അത്രയൊക്കെ ഇടത്തുള്ളൂ, നമ്മുടെ ഇഷ്ടം അനുസരിച്ച്. പിന്നെ കുറച്ച് കസൂരി മേത്തി, പിന്നെ ഉള്ള ഒരു ഇച്ചിരി ഉപ്പ്. ഇതിന് ഞാൻ മേടിച്ചേക്കുന്നത് കുറച്ച് ലെഗ് പീസസ് ആണ്. ഇത് തന്നെ വേണമെന്നൊന്നുമില്ല. ഈ പറഞ്ഞ പോലെ ഏത് നമ്മുടെ സാധാ കോഴി മേടിച്ച് കണ്ടിച്ചെടുത്താലും മതി. അല്ലാതെ ഇന്നത് ലെഗ് പീസ് തന്നെ വേണം അങ്ങനെ നിർബന്ധമൊന്നുമില്ല. അപ്പോൾ ഇനി ഫസ്റ്റ് ഞാൻ ചെയ്യാൻ പോകുന്നത് എന്നാന്ന് വെച്ചാൽ നമ്മുടെ ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. ഇനി പൊടികൾക്കൊന്നും വ്യത്യാസമില്ല, നമ്മൾ എടുത്തിരിക്കുന്ന സാധനങ്ങൾക്കും വ്യത്യാസമില്ല. പക്ഷേ ഓരോ പ്രൊസീജിയേഴ്സ് നമ്മളൊന്ന് ശ്രദ്ധിച്ചിരുന്നാലില്ലേ നമുക്ക് അതിൻ്റെ ഗ്രേവി ഉണ്ടാക്കാനായിട്ട് അവർ പറഞ്ഞേക്കാട്ടിലും കുറച്ചുകൂടെ എളുപ്പത്തിലാണ് ഞാൻ പറഞ്ഞു തരുന്നത്. ഫസ്റ്റ് ഞാൻ ചെയ്യാൻ പോകുന്നത് എന്നാന്ന് വെച്ചാൽ ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്യാൻ പോവുക. അതിന് വേണ്ടിയ സാധനങ്ങൾ എന്നാന്ന് വെച്ചാൽ കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ മതിയാവും. 1/2 വേണ്ട കേട്ടോ, ഒരു 1/4 ടീസ്പൂൺ മതി. കാരണം നമ്മൾ ഇനി ഗ്രേവി ഒക്കെ ഉണ്ടാക്കുമല്ലേ, ആ സമയത്തൊക്കെ നമുക്കിത് ചേർക്കാനുള്ളതാ. പിന്നെ വേണ്ടിയത് 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി. ഇപ്പം ഇത്ര ഇടുന്നുള്ളൂ എന്ന് ചോദിക്കരുത്, കാര്യം പിന്നെയും ഇനി ചേർക്കാനുണ്ട്. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഓരോ ടീസ്പൂൺ ഓരോ സമയത്ത് നമ്മൾ ചേർക്കുമ്പോഴും അതിന് എന്നാ ചെയ്യണമെന്നറിയാവോ, 1 ടീസ്പൂൺ കണക്കെടുത്താൽ മതി. അപ്പം നമ്മൾ ഫുൾ കറി ചെയ്ത് വരുമ്പോഴത്തേന് അതിൻ്റെ എരിവും മസാല ഇതെല്ലാം കറക്റ്റായിരിക്കും. ഇതിനകത്തോട്ട് ഞാൻ ഒരു പിഞ്ച് അല്ലെങ്കിൽ ഒരു 2 പിഞ്ച് ജീരകപ്പൊടി ഇടുക. അതേപോലെ 1 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല. 1/2 വേണ്ട, 1/4 മതിയേ. എന്നിട്ട് ഇതിനകത്തോട്ട്
1 കിലോ ഇറച്ചിയാണെങ്കിൽ 1.5 ടീസ്പൂൺ ഇഞ്ചി, 1.5 ടീസ്പൂൺ വെളുത്തുള്ളി, അങ്ങനെ ആ കണക്ക്. ഇത് പക്ഷേ മേടിക്കുന്നതായതുകൊണ്ട് ഞാനൊരു ഇച്ചിരി ചേർക്കത്തുള്ളൂ. അതുമാത്രമല്ല കുറച്ച് ഓരോ തവണ ചേർക്കുന്നതുകൊണ്ട് ഒരുപാട് ഞാൻ ചേർക്കുന്നില്ല. ഇനി ഇതിനകത്തോട്ട് ഒരു ഇച്ചിരി ഉപ്പ്, ഇതിനെ നല്ലതായിട്ട് അങ്ങ് തിരുമ്മി ആ ചിക്കനിലെ ആ മസാല കംപ്ലീറ്റ് അങ്ങ് തേച്ച് പിടിപ്പിക്കണം. ഇനി എന്നാന്ന് വെച്ചാൽ ഓവർനൈറ്റ് വെക്കുവാണെങ്കിൽ ഏറ്റവും നല്ലത്. അതല്ല സമയമില്ലെങ്കിലും നമുക്കൊന്നും ചെയ്യാനൊക്കത്തില്ല, ഇവിടെ ഒട്ടുമില്ല. അപ്പം എന്നാ ചെയ്യുന്നത്, ഡയറക്റ്റായിട്ട് വറക്കാനേ ഒക്കത്തുള്ളൂ. അപ്പം സത്യം പറഞ്ഞാൽ ഞാനിപ്പോൾ ഡയറക്റ്റായിട്ട് അങ്ങ് വറക്കാൻ പോവുക. ഇനിയിപ്പോൾ ഇതിനകത്തെല്ലാം പിടിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നമ്മൾ ചെയ്യുമല്ലോ. നമ്മൾ ചെയ്യുന്ന ഏതൊരു ഭക്ഷണവും രുചിയായിട്ടേ ചെയ്യത്തുള്ളൂ, അല്ലാതെ നോ കോംപ്രമൈസ് അറ്റ് ഓൾ. അതെല്ലാം നമ്മൾ ഇതുണ്ടാക്കുന്ന സമയത്ത് തലേന്നേ അതൊക്കെ പെരട്ടി ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതാ. അപ്പോൾ ആ നമ്മൾ ചേർക്കുന്ന മസാലയൊക്കെ ഇറച്ചി പിടിച്ചിരിക്കുവേ. ഇതിന് ഏറ്റവും കൂടുതൽ നമ്മൾ ഉപയോഗിക്കുന്നത് റിഫൈൻഡ് ഓയിലാണ്. അപ്പം ഞാൻ അത് ഡയറക്റ്റായിട്ട് തന്നെ വറക്കാൻ പോവാണേ. കുറച്ചു നേരം വെച്ചാൽ നല്ലതാ, പക്ഷേ ഈ പറഞ്ഞ പോലെ നമുക്ക് അന്നേരം ഒട്ടും സമയമില്ലാത്തതുകൊണ്ട് അതൊന്ന് മാരിനേറ്റ് ചെയ്ത് കുറച്ചു നേരം പിടിക്കാൻ അങ്ങനെയൊന്നുള്ള സമയമില്ലാത്തതുകൊണ്ടാട്ടോ ഞാൻ ഈ ചെയ്യുന്നത്. ഇതിന് ഉപയോഗിക്കേണ്ടത് വൺസ് മോർ റിഫൈൻഡ് ഓയിലാണ്, അല്ലാതെ വെളിച്ചെണ്ണ അല്ല. നമ്മുടെ ഇറച്ചി വറക്കാനും വേണ്ടിയിട്ടുള്ള എണ്ണ ഒഴിച്ചോണം. എന്നാൽ ഒത്തിരിയും വേണ്ട, കാര്യം എന്ന് വെച്ചാൽ ബാക്കി എണ്ണ നമുക്ക് എടുക്കാനുള്ളതല്ലേ, ഗ്രേവി ഉണ്ടാക്കാനായിട്ടൊക്കെ എടുക്കാം. കട്ടിയുള്ള പാത്രം എടുക്കുവാന്നേൽ പെട്ടെന്ന് കാര്യങ്ങളാവും. അത് ഇച്ചിരി ഒന്ന് താമസിക്കണം. ഇത് നല്ല ചീനച്ചട്ടി നല്ല കട്ടിയുള്ളൊരു സാധനമാണ്, നേരം വേഗം ആവും. പിന്നെ ഉള്ള പ്രശ്നം ഞാൻ പറഞ്ഞുതരാം. ചിക്കൻ ഇട്ടേച്ച് നമ്മൾ വേവാനായിട്ട് നിൽക്കണ്ട. ചിക്കൻ ഒന്ന് മുരിച്ച് വറുത്തെടുത്തതിന് ശേഷം പിന്നെ ഗ്രേവിയിലേക്ക് നമ്മൾ ചിക്കൻ ചേർക്കുമ്പോൾ അത് നല്ലതായിട്ട് അങ്ങ് വെന്തോളും. അടയ്ക്കാനേ പോരുത്, അടച്ചാൽ വെള്ളം ഊറും. വെള്ളം ഊറി കഴിഞ്ഞാൽ പിന്നെ ചിക്കൻ വെന്തു പോവും. ബാക്കി മസാല എല്ലാം ചേരുമ്പോഴത്തേക്ക് എല്ല് പ്രത്യേകം ദശ പ്രത്യേകമായി പോവും. അതുകൊണ്ട് ഞാനിപ്പോൾ ചിക്കൻ ഇടുക. കംപ്ലീറ്റ് ചിക്കൻ വറുത്തെടുത്തിട്ടുണ്ട്, ആ മസാല പുരട്ടിയത്. ഇനി നെക്സ്റ്റ് നമ്മൾ ആ ഗ്രേവി ആക്കാൻ പോവാണ്. ഞാൻ പാൻ ആക്ച്വലി മാറ്റണം, പക്ഷേ ഇത് അത്രയും ആ മസാല അങ്ങനെ കരിഞ്ഞു പിടിച്ചൊന്നും വന്നിട്ടില്ല. അതുകൊണ്ട് സെയിം പാൻ തന്നെ ഞാൻ ഉപയോഗിക്കാൻ പോകുന്നത്. അത്രയും എണ്ണയൊക്കെ നമ്മൾ എങ്ങനെയാണ് കളയുന്നത് അല്ലേ? അല്ലെങ്കിൽ മാത്രമല്ല ചിക്കൻ ജംഗീസിക്ക് കുറച്ച് എണ്ണ കൂടുതൽ വേണം. പക്ഷെ അതുകൊണ്ട് ഞാൻ ഒരുപാട് ഉപയോഗിക്കുന്നില്ല, നമ്മൾ ഉപയോഗിച്ച എണ്ണ തന്നെ ഞാൻ തിരിച്ചുപയോഗിക്കുന്നത്. ഇനിയിപ്പോൾ ഇതിനകത്തോട്ട് ഞാൻ ഈ അരിഞ്ഞ ഉള്ളി ഇടുക. ഇതിനി നല്ല ബ്രൗൺ ആവണം. അതായത് ഞാൻ എപ്പോഴും പറയുന്ന പോലെ ബിരിയാണിയുടെയൊക്കെ ബ്രൗൺ ആവുന്ന പോലെ ആവണം. എന്നാലേ ഗ്രേവി തിക്കാവത്തുള്ളൂ, ഒരു കൊഴുത്ത ഗ്രേവി കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ ഉള്ളി അങ്ങനെ കാണും. ഈ ഉള്ളി മൂപ്പിക്കുന്നതിന്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇത്രയും നമ്മൾ ചതച്ചു വെച്ചിട്ടുണ്ടല്ലേ, അതെല്ലാം ഒരു എന്താ പറയാ ഒരു ടീസ്പൂൺ എടുക്കുവാണെങ്കിൽ അതിനെ 3 ഭാഗിച്ചാൽ നമ്മൾ എങ്ങനെയായിരിക്കും, അതേ കണക്ക് വേണം ഇതിനകത്ത് ഇടാൻ. അപ്പം കുറച്ച് ചേർക്കാൻ പോവാം. ഫസ്റ്റ് ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് 1 സ്പൂൺ ആണെങ്കിൽ ഇഞ്ചി ഒരു നമ്മൾ 1:3 അങ്ങനെയൊക്കെ പറയില്ലേ എന്ന് പറഞ്ഞ പോലെ 3 പോർഷൻ ആക്കുക. ഇതിപ്പം ഇഞ്ചി ഒരു ശകലം, വെളുത്തുള്ളിയുടേത് ഒരു ശകലം, ഇനി പച്ചമുളക്. ബസ് ഇതിന് ഇത് നല്ലതായിട്ടൊന്ന് മൂക്കട്ടെ. കംപ്ലീറ്റ്ലി നല്ല വെന്ത് നല്ല ചുരുങ്ങി വരണം, എന്നാലേ അതിൻ്റെ ആ ഒരു പച്ചച്ചുവ മാറത്തുള്ളൂ. ഇത് പെട്ടെന്ന് നോക്കുമ്പോൾ ഇത് ബ്രൗൺ ആയിട്ട് കാണുന്ന എന്നാന്ന് വെച്ചാൽ
കോഴി വറുത്ത എണ്ണയിലാണ് ഞാൻ ഈ ഉള്ളി ഇട്ടേ, അതുകൊണ്ട് ആ ബ്രൗൺ നിറം നോക്കുന്നേ. അത് നോക്കണ്ട. അങ്ങനെ ഇടുവാന്ന സമയത്ത് നമ്മൾ ഇടുന്ന ക്വാണ്ടിറ്റിയുടെ സ്ട്രെയിറ്റ് ഹാഫ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് മൂത്തുന്ന അർത്ഥം. പിന്നെ നമുക്ക് ബാക്കി ചേർക്കാം. അപ്പൊ നമ്മൾ ചേർത്ത ഉള്ളി സ്ട്രെയിറ്റ് ഹാഫ് ആയിട്ടുണ്ട്, അതായത് മുരിഞ്ഞു തുടങ്ങി. തീ അങ്ങോട്ട് കുറച്ച് വെച്ചേച്ച് ഞാൻ ഇനി ഒന്നേന്നെ നമ്മുടെ പൊടികൾ ഒന്നുകൂടെ ചേർക്കാൻ പോവാ. ആക്ച്വലി ചീനച്ചട്ടിക്ക് ഇച്ചിരി കട്ടി കൂടുതലായിട്ട് ഞാൻ തീ ഓഫ് ചെയ്യാൻ പോവാ. ഒരു ഇച്ചിരി മഞ്ഞപ്പൊടി, സെയിം നമ്മൾ ഏതൊക്കെയാ ചേർത്തിരിക്കുന്നതെന്ന് വെച്ചാൽ അതേ പൊടികൾ എല്ലാം ഓരോ ടീസ്പൂൺ വീതമാണ് രണ്ടാമതും ചേർക്കുന്നത്. നമ്മൾ നേരത്തെ ചിക്കനിൽ മാരിനേറ്റ് ചെയ്യാൻ വെച്ചത് അതേ കൂട്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റമില്ല. ഓക്കെ, ഇനി നെക്സ്റ്റ് തീ ഞാൻ കത്തിച്ചേച്ച് ഈ ചേർത്ത പൊടി മൂക്കാൻ അധികം സമയമില്ല. കാര്യം ചൂട് എണ്ണയും നല്ല ചൂട് ചട്ടിയുവാ, അന്നേരം അധികം സമയമില്ല. അപ്പൊ ഇതിനകത്തോട്ട് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന ടൊമാറ്റോ പേസ്റ്റ് ചേർക്കുവാണേ. ഈ ടൊമാറ്റോ പേസ്റ്റും ചേർത്ത് സെയിം പ്രൊസീജിയേഴ്സ് ആണ്. നമ്മുടെ എണ്ണ തെളിയണം, അതാണ് അത്. അല്ലെങ്കിൽ ഉണ്ടല്ലോ ഈ ഓരോ ചേർക്കുന്നതിൻ്റെയും പച്ചച്ചോവ അതിന് മുന്നിട്ട് നിൽക്കും. ഈ എണ്ണ തെളിയുന്നത് ഞാൻ പറഞ്ഞില്ലേ, കട്ടിയുള്ളൊരു ചട്ടി വെക്കുവാന്നേൽ ഈ കാര്യങ്ങൾ എളുപ്പമാണ്. അപ്പോൾ ദേണ്ട ഇപ്പം തന്നെ നിങ്ങൾക്ക് കാണാം ആ എണ്ണ തെളിഞ്ഞു വരുന്നത്. നെക്സ്റ്റ് ഞാൻ ചേർക്കാൻ പോകുന്നത് തൈര. ഈ തൈരിന്റെ വെള്ളവും പറ്റി ആ മസാലയിട്ട് നല്ലതായിട്ട് അങ്ങ് ചേരട്ടെ. ആ ചേർത്ത സാധനങ്ങളുടെയൊക്കെ ഒരു പച്ചച്ചൊവ പോവാനായിട്ട് ഞാൻ ഒരു ഇച്ചിരി വെള്ളം ചേർക്കുവാണേ. നല്ലതായിട്ട് എണ്ണ തെളിഞ്ഞുണ്ടല്ലോ. നെക്സ്റ്റ് നമുക്ക് ഈ വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കനിനകത്തോട്ട് ചേർക്കാം. ഇങ്ങനെ ഇച്ചിരി മെനക്കെടാൻ പ്രയാസമാകുന്നതിൽ എന്നാ ചെയ്യണമെന്നറിയാവോ, നമ്മൾ എടുക്കുന്ന ആ ഒരു ഗ്രേവി ഉണ്ടല്ലോ, അതിൻ്റെ ഒരു ഇച്ചിരി മേളിലായിട്ട് വെള്ളം ഒഴിച്ച് ഈ വെള്ളം കംപ്ലീറ്റ് വറ്റി തിരിച്ച് ഗ്രേവി കട്ടിയായി വരുന്ന സമയത്ത് കറക്റ്റായിരിക്കും അതിൻ്റെ വേവ്. അപ്പം അങ്ങനെ ചെയ്താലും മതി. അതല്ല ഇങ്ങനെ ചെയ്യണമെങ്കിൽ ഈ കുറച്ച് വെള്ളം ചേർത്ത് വറ്റിക്കുക, എണ്ണ തെളിയിക്കുക, അങ്ങനെ ചെയ്താലും മതി. കംപ്ലീറ്റ് ആയിട്ട് ഇതിനകത്ത് ഇപ്പം നമുക്ക് നോക്കുമ്പോൾ അറിയാം കംപ്ലീറ്റ് എണ്ണ തെളിഞ്ഞു. ഇനി നെക്സ്റ്റ് എന്നാ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഞാൻ ഈ വറുത്ത് വെച്ചേക്കുന്ന ചിക്കൻ ഇതിനകത്തോട്ട് ഇടുക. ഫ്ലെയിം ഒന്ന് നല്ല വൃത്തിയായി കുറച്ചേച്ച് വേണം, അല്ലെങ്കിൽ മസാല പെട്ടെന്ന് അങ്ങ് അടി പിടിക്കും, കരിഞ്ഞു പോവും, അങ്ങനത്തെ പരിപാടികളൊക്കെ നടക്കും. അതുകൊണ്ട് ഒന്ന് ശ്രദ്ധിക്കുക. ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മുടെ ഫ്രഷ് ക്രീം ഞാനൊരു ഹാഫ് പോർഷൻ ചേർക്കാൻ പോവാം, മുഴുവല്ല, കുറച്ച് എനിക്ക് ലാസ്റ്റ് ഡെക്കറേഷൻ വേണം. എന്തായാലും നമുക്ക് കാണുമ്പോൾ അറിയാം ഇത്രയും ഗ്രേവി പോരാ അല്ലേ. ഈ ചിക്കനകത്ത് കംപ്ലീറ്റ് ഈ ഗ്രേവി ഒന്ന് പൊതിഞ്ഞിരിക്കണം. അപ്പം എന്നാ ചെയ്യേണ്ടത്, നമ്മൾ ചിക്കൻ പകുതിയെ വേവിച്ചിട്ടുള്ളൂ, മസാല കംപ്ലീറ്റ് ചിക്കനകത്ത് പിടിച്ചോന്ന് ചോദിച്ചാൽ ഇല്ല. നമ്മൾ ഈ കംപ്ലീറ്റ് ഗ്രേവി ഉണ്ടാക്കിയതും മാരിനേറ്റ് ചെയ്തതും പിന്നെ എണ്ണയുടെ ഫ്ലേവറും എല്ലാം ഇതിനകത്ത് വരണമെന്നുണ്ടെങ്കിൽ ചിക്കന് പിടിക്കാനുണ്ട്. അതും മാത്രമല്ല ചിക്കൻ ഇച്ചിരി വേവാനുണ്ട്. അപ്പം എന്നാ ചെയ്യേണ്ടത്, നാച്ചുറൽ ഇച്ചിരി വെള്ളം കൊടുക്കണം. ഓക്കെ, ഞാൻ അതിൻ്റെ വേണ്ടിയ വെള്ളം ഒഴിച്ചു. നമുക്ക് അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി അറിയാലോ, പെരണ്ടിരിക്കണോ അല്ലെ ഗ്രേവി ആയിട്ട് വേണോ എന്നുള്ളത് നോക്കിയേച്ച് വേണം നമ്മൾ വെള്ളം ചേർക്കാൻ. ഇനി നമുക്ക് ചേർക്കാനുള്ളത് എന്തൊക്കെയാ, പച്ചമുളക് എത്ര ആയാലും നമ്മൾ വാങ്ങുന്ന സമയത്താണ് ചേർക്കുന്നത്. അതിൻ്റെ എരിവ് അങ്ങ് നമ്മൾ നേരത്തെ ഇറങ്ങാൻ വേണ്ടി ഇട്ടിട്ടുണ്ട്. ഇതൊരു ഡെക്കറേഷനായിട്ടാണ് നമ്മൾ വെച്ചേക്കുന്നത്. നെക്സ്റ്റ് വേണ്ടിയത് നാരങ്ങാനീരാണ്. നാരങ്ങാനീര് ഞാൻ ലാസ്റ്റ് അതും വാങ്ങാന്നേരാണ് ചേർക്കണ്ടേ, പക്ഷെ നമ്മൾ പുളിയായിട്ട് ചേർത്ത് കുറച്ച് തക്കാളിയും ചേർത്തിട്ടുണ്ട്, കുറച്ചല്ല തക്കാളിയും ചേർത്തിട്ടുണ്ട്, ഒരു തവി
തൈരും ചേർത്തിട്ടുണ്ട്. അതനുസരിച്ച് വേണം പിന്നെ നാരങ്ങ ചേർക്കാൻ. ഈ നാരങ്ങ ഇതിനകത്തല്ല ചേർക്കുന്നത്, ലാസ്റ്റ് വിളമ്പുമ്പം, അതായത് നമ്മളൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടൊന്ന് കഴിക്കാനായിട്ട് എടുക്കുമ്പോൾ നമ്മൾ ഈ മീൻ വറുത്തതിനകത്തൊക്കെ നാരങ്ങ നീര് ഒഴിച്ച് കഴിക്കുകയില്ല ചെറില്ല എന്ന് പറഞ്ഞ പോലെ നമുക്ക് ഇഷ്ടമാണ് എന്നുണ്ടെങ്കിൽ ആ സമയത്ത് ഈ നാരങ്ങ നീര് ഒഴിച്ചേച്ച് വേണം എടുക്കാൻ. അതാണ് നെക്സ്റ്റ് വൺ. പക്ഷേ ചാറ്റ് മസാല ആൻഡ് കസൂരി മേത്തി ഇതിൻ്റെ കൂടെ പോയില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫ്ലേവർ അറിയാതെ പോകും. നമ്മൾ ഇതുവരെ ആക്ച്വലി എന്നാ പറയുക, ചിക്കനകത്ത് പെരട്ടിയപ്പം മാത്രമേ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഉപ്പേ ചേർത്തിട്ടില്ല അല്ലേ. അതുകൊണ്ട് ഞാനൊരു ഇച്ചിരിയേ ചേർക്കുന്നുള്ളൂ. പിന്നെ നോക്കിയേച്ച് നമുക്ക് ചേർക്കാം. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, ഇനി ഞാൻ പറഞ്ഞതുപോലെ ഇതൊരു ശരിക്കും പറഞ്ഞാൽ എൻ്റെ പ്രസൻറ്റേഷൻ ഒരു തിക്ക് ഗ്രേവി ആണ്. ഇത് ശരിക്കും ചെയ്യേണ്ടത് ഒരു തവായിലാണ്. ആ തവായിൽ നമ്മൾ ഒരു ചിക്കൻ ഇട്ട് ഇങ്ങനെ പെരട്ടി പെരട്ടി എടുക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു തിക്നെസ് ഇല്ലേ, അതാണ് ഇതിന് വേണ്ടിയത്. ബാക്കിയെല്ലാം നിങ്ങളുടെ കയ്യിൽ. ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ഇടാനുള്ളത് മല്ലിയിലയാണ്. അത് വാങ്ങിയതിന് ശേഷം പച്ചമുളകും നാരങ്ങാനീരും മല്ലിയിലയും കൂടെ ഇട്ട് വേണം ഈ കറി എടുക്കാൻ.